+1 ഇംപ്രൂവ്മെന്റ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നതിൻ്റെ ബാക്കി കുറച്ച് ഫോർമുലാസുകളും അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഫോർമുലാസുകൾ ഒന്ന് രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അല്ലാതെ വരുന്ന കേസുകളും കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഒന്ന് രണ്ട് ഫോർമുലാസുകളും ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് എഴുതിയതാണ്. നിങ്ങൾ ബോർഡിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് നോക്കാം. ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ക്യൂ എന്ന് പറയുന്ന പോയിന്റ്, രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ കിട്ടും. അതിനെ ഇന്റേണലി ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇന്റേണലി ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്താനുള്ള ഫോർമുല mx2 plus nx1 divided by m plus n, my2 plus my1 divided by m plus n, mz2 plus nz1 divided by m plus n. അതേ പി ക്യൂ എന്ന് പറയുന്നതിനെ എക്സ്റ്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ ഏത് റേഷ്യോയിൽ തന്നെയാണ്, m/n റേഷ്യോയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ തന്നെ ഡിവൈഡ് ചെയ്യുന്നത്. അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്താനുള്ള ഫോർമുല mx2 minus nx1 divided by m minus n, my2 minus ny1 divided by m minus n, mz2 minus nz1 divided by m minus n. ഇത് രണ്ടും നിങ്ങൾ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്, ഇവിടെ രണ്ടും എന്താണ് നെഗറ്റീവായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. ടേമിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് തന്നെയാണ് y കോർഡിനേറ്റിലും വരുന്നത്, അത് തന്നെയാണ് z കോർഡിനേറ്റിലും വരുന്നത്. ഇനി പുതിയതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പി ക്യൂ എന്ന് പറയുന്ന ലൈനിനെ k:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡിങ് പോയിന്റിന്റെ കോർഡിനേറ്റ്സുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വരുന്ന ഫോർമുല ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് 3 പോയിന്റുകൾ കൊളീനിയർ ആണ് എന്ന് തെളിയിക്കാൻ പറഞ്ഞാലും റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ പറഞ്ഞാലും നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പിലേക്ക് മൂവ് ചെയ്ത് പോകുന്നത്. അതിൽ റേഷ്യോ കാണാനുള്ള ചോദ്യം കുറേ വർഷങ്ങളിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഫോർമുലയിലേക്ക് ഒന്ന് പോവാം. Coordinates of the dividing point kx2 plus x1 by 1 plus k, ky2 plus y1 by 1 plus k, kz2 plus z1 divided by 1 plus k. ആ ഫോർമുല നിങ്ങൾ നിർബന്ധമായും കാണാതെ പഠിച്ചു വയ്ക്കുക. പി ക്യു ആർ എന്ന് പറയുന്ന 3 പോയിന്റുകളുണ്ട്. അതിൻ്റെ 3ൻ്റെയും കോർഡിനേറ്റ്സുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 3 പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ആ ട്രയാങ്കിൾ എന്ന് പറയുന്നതിന് സെൻട്രോയിഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മീഡിയൻസുകളെല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് പറയുക, നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയാം. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ആണ് വരിക. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടി വരിക. ആ കോർഡിനേറ്റ്സുകൾ കണ്ടെത്താനുള്ള ഫോർമുല x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3, z1 plus z2 plus z3 by 3. ഇത്രയും ഫോർമുലാസുകളാണ് ഈ ചാപ്റ്ററിൽ ഇനി നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കേണ്ടി വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. കൺസിഡർ ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ്. 3 പോയിന്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേറ്റ്സ് എ എന്ന് പറയുന്നത് 0 7 -10, ബി എന്ന് പറയുന്നത് 1 6 -6, സി എന്ന് പറയുന്നത് 4 9 -6. നമ്മുടെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സൈഡ്സ് എ ബി ബി സി എ സി. 3 സൈഡുകളിൽ കണ്ടെത്തണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയണം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 7 ഹോൾ സ്ക്വയർ പ്ലസ് -6 -10 ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചു എന്ന് മാത്രം അവിടെ ചെയ്തിട്ടുള്ളൂ. 1 - 0 എന്ന് പറഞ്ഞാൽ 1 വരും. 1ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 1 തന്നെയാണ് വരിക. റൂട്ട് ഓഫ് 1 പ്ലസ് 6 - 7 -1 ആണ്. -1ന്റെ സ്ക്വയർ എന്താണ്? 1 തന്നെയാണ്. പ്ലസ് -6 പ്ലസ് 10 ആയിട്ട് മാറും. -6 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ് വരിക. 4ന്റെ സ്ക്വയർ എത്ര വരും? 16 എന്ന് പറയുന്ന ആൻസർ വരും. അപ്പോൾ അവിടെ കിട്ടിയ ആൻസർ എന്താണ്? റൂട്ട് 18. അടുത്തത് ബി സി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് 4 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 9 - 6 ഹോൾ സ്ക്വയർ പ്ലസ്
minus 6 minus 6 whole square, which is equal to root of 4 minus 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 ന്റെ സ്ക്വയർ 9 പ്ലസ് 9 minus 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 3 ആണ്, 3 ന്റെ സ്ക്വയർ 9 പ്ലസ് മൈനസ് 6 ൽ നിന്ന് മൈനസ് 6 തന്നെ മൈനസ് ചെയ്യുക, അതായത് 0 ആണ് കിട്ടുക, 0 ന്റെ സ്ക്വയർ 0 റൂട്ട് 18 AC equal to root of 4 minus 0 whole square plus 9 minus 7 whole square plus minus 6 minus 10 whole square equal to root of 4 minus 0 എന്ന് പറഞ്ഞാൽ 4 ആണ് വരിക, 4 ന്റെ സ്ക്വയർ 16 പ്ലസ് 9 minus 7 2 ആണ്, 2 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 പ്ലസ് മൈനസ് 6 പ്ലസ് 10 ആണ് വരിക, 4 ആണ് വരിക, 4 ന്റെ സ്ക്വയർ എന്ന് വരും 16 which is equal to root 36. നമ്മുടെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, എയും ബിയും സിയും 3 വെർട്ടെക്സുകളാണ്. ആ 3 വെർട്ടെക്സുകളും ജോയിൻ ചെയ്ത ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയണം. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പറയണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്, പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചെങ്കിൽ സൈഡുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, എ ബി ബി സി എ സി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഞാൻ എല്ലാ സൈഡുകളെയും ഒന്ന് സ്ക്വയർ ചെയ്യാണ്, അവിടെ പൈതഗോറസ് തിയറം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയാണ്. എ ബി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 18 സ്ക്വയർ ചെയ്ത് എന്ത് വരും, 18 വരും. ബി സി സ്ക്വയർ ഇതേപോലെ തന്നെ റൂട്ട് 18 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 18 വരും. എ സി സ്ക്വയർ എത്ര വരും, 36 എന്ന് പറയുന്ന ആശയം വരും. ഇവിടെ നമുക്ക് എന്ത് പറയാം, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു 18 പ്ലസ് 18 എത്രയാണ് വരുന്നത്, 36. 36 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, എ സി സ്ക്വയർ തന്നെയാണ്. ഇവിടെ എന്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ആശയം അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore, triangle ABC is right angled. ട്രയാങ്കിൾ ABC എന്താണെന്ന് പറയാം, റൈറ്റ് ആംഗിൾഡ് ആണ് എന്ന് പറയാം. എന്താ നമ്മൾ ഫോർമുല പറഞ്ഞിരിക്കുന്നത്, എക്സ് കോർഡിനേറ്റുകളെല്ലാം ആഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വൈ കോർഡിനേറ്റുകളെല്ലാം ആഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇസഡ് കോർഡിനേറ്റുകളെല്ലാം ആഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, 0 പ്ലസ് 1 പ്ലസ് 4 ഡിവൈഡ് ബൈ 3 7 പ്ലസ് 6 പ്ലസ് 9 ഡിവൈഡ് ബൈ 3 minus 10 plus minus 6 plus minus 6 divided by 3. ഒന്നുകൂടി വേറെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്ത് വരുന്നത്, സെൻട്രോയിഡ് എന്ന് പറയുന്ന ആശയമായിട്ട് വരുന്നത്. നമ്മൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്, കൺസിഡർ ദ പോയിന്റ്സ് എ -2 3 5, ബി 1 2 3 ആൻഡ് സി 7 0 -1. അപ്പോൾ 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്, അതിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എയും ബിയും സിയും കൊളീനിയർ പോയിന്റ്സ് ആണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എ സി എന്ന് പറയുന്ന ലൈനിനെ ബി എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ കണ്ടുപിടിക്കണം. നമുക്ക് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ ബി എന്ന് പറയുന്ന സൈഡ് കണ്ടെത്തുക. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 minus 2 whole square plus 2 minus 3 whole square plus 3 minus 5 whole square equal to root of ഇത് 1 plus 2 അതായത് 3 ആവും. 3 ന്റെ സ്ക്വയർ 9 പ്ലസ് 2 minus 3 minus 1 ആണ്, അതിന്റെ സ്ക്വയർ 1 പ്ലസ് 3 minus 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്, അതിന്റെ സ്ക്വയർ 4 which is equal to root 14. അടുത്തത് ബി സി എന്ന് പറയുന്നത് കണ്ടെടുക്കുക. ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് 7 minus 1 whole square plus 0 minus 2 whole square plus -1 minus 3 whole square equal to root of 7 minus 1 എന്ന് പറഞ്ഞാൽ 6 ആണ്, 6 ന്റെ സ്ക്വയർ 36 പ്ലസ് 0 minus 2 എന്ന് പറയുന്നത് -2 ആണ്, സ്ക്വയർ ചെയ്യുമ്പോൾ 4 -1 minus 3 -4 ആണ്, അതിന്റെ സ്ക്വയർ എത്ര വരും 16 which is equal to
16 പ്ലസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 പ്ലസ് 36 എന്ന് പറഞ്ഞാൽ 56 വരും. അപ്പോൾ റൂട്ട് 56. അടുത്തത് എ സി എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് 7 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് -1 മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 7 പ്ലസ് 2 9 വരും. 9 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 പ്ലസ് ഇവിടെ -3 ആണ് വരിക, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 9 വരും. പ്ലസ് ഇവിടെ -6 ആണ് വരിക, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 36 വരും. എല്ലാം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് 126. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ 3 പോയിന്റുകളും കൊളീനിയർ പോയിന്റ്സ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ എ ബി കണ്ടു, ബി സി കണ്ടു, എ സി കണ്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ആഡ് ചെയ്താൽ മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കൊളീനിയർ പോയിന്റ്സ് ആണെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 എണ്ണം ആഡ് ചെയ്താൽ മൂന്നാമത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റൂട്ടിനകത്ത് ഏറ്റവും കുറവ് വാല്യൂ കിടക്കുന്നത് ഏതാണെന്ന് നോക്കുക. അത് 14 ആണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 കേസിനെയും നമുക്ക് എവിടേക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ഇതേ 14 എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 56നെയും 126നെയും ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് 56 എന്ന് പറയുന്ന ആശയത്തെ റൂട്ട് 4 into 14 എന്ന് പറഞ്ഞെഴുതാം. അതായത് ഇതിന് എന്താ എഴുതാം? 2 root 14 എന്ന് പറഞ്ഞെഴുതാം. അതേപോലെ റൂട്ട് 126 എന്ന് പറഞ്ഞ ആശയത്തെ റൂട്ട് 9 into 14 എന്ന് പറഞ്ഞെഴുതാം. അതായത് എന്താണ്? 3 root 14 എന്ന് പറയുന്ന ആശയമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ ബി എന്ന് പറയുന്നത് റൂട്ട് 14 ആണ്, പ്ലസ് ബി സി എന്ന് പറയുന്നത് റൂട്ട് 56 പകരം എന്തെഴുതാം? 2 root 14 എഴുതാം. അപ്പോൾ നിങ്ങൾ അവിടെ നോക്കുക, റൂട്ട് 14 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അവിടെ റൂട്ട് 14 എന്ന് പറയുന്ന 2 ടേം ഉണ്ട്. രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടേം വരും? റൂട്ട് 14ന്റെ തന്നെ 3 ടേം വരും. അതായത് തുല്യമാണ് 3 root 14 തുല്യമാണ്. അത് ഏത് സൈഡിന്റെ ലെങ്ത്തിന് തുല്യമാണ്? എ സി എന്ന് പറഞ്ഞ സൈഡിന്റെ ലെങ്ത്തിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 സൈഡുകളുടെ ലെങ്ത് ആഡ് ചെയ്തു, മൂന്നാമത്തെ സൈഡിന്റെ ലെങ്ത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, therefore a, b, c are collinear. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. അവിടെ നമുക്ക് എന്താ പറയുന്നത്? എ സി എന്ന് പറയുന്ന ലൈനെ ബി എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തതെന്ന് അറിയില്ല, അതാണ് കണ്ടെത്താനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇത്തരം റേഷ്യോ കാണാനുള്ള എല്ലാ ചോദ്യങ്ങളിലും നമുക്ക് k:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെന്നാണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യത്തേ ഉള്ളൂ, ലൈൻ എ സി ഡിവൈഡ്സ് ബി ഇൻ ദ റേഷ്യോ k:1. നമുക്ക് k:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട്. kx2 plus x1 by 1 plus k, ky2 plus y1 by 1 plus k, kz2 plus z1 by 1 plus k. ഇവിടെ x1 y1 z1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2 3 5, x2 y2 z2 എന്ന് പറഞ്ഞാൽ 7 0 -1. ഈ കാര്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ ഫോർമുലയിലേക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോവാണ്. കോർഡിനേറ്റ്സ് ഓഫ് ഡിവൈഡിംഗ് പോയിന്റ് ഈസ് k into x2 എന്ന് പറയുന്നത് 7 പ്ലസ് x1 എന്ന് പറയുന്നത് -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് k, കോമ k into y2 എന്ന് പറയുന്നത് 0 പ്ലസ് y1 എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് k, കോമ k into z2 എന്ന് പറയുന്നത് -1 പ്ലസ് z1 എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് k. നമുക്ക് ഇതിനെ ഒന്നുകൂടി എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 7k -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് k, കോമ 3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് k, കോമ -k പ്ലസ് 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് k. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഫോർമുല പ്രകാരം കണ്ടെത്തിയതാണ്. നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണുന്നത്. നമുക്ക് ശരിക്കും ഏത് പോയിന്റാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് തന്നിട്ടുണ്ട്.
ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ് നിർബന്ധമായും എന്താവണം? ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാം. 7k - 2/1 + k എന്ന് പറയുന്നത് എന്താവണം? 1 ആവണം എന്ന് പറയുന്നത് എടുക്കാം. അല്ലെങ്കിൽ 3/1 + k എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ -k + 5/1 + k അത് 3 ആണെന്ന് പറഞ്ഞെടുക്കാം. ഏതെങ്കിലും ഒരു കാര്യം മാത്രം എടുത്താൽ മതി. നമുക്ക് k എന്ന് പറയുന്ന ആശയം കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാം? റേഷ്യോ എന്ന് പറഞ്ഞ കാര്യം എഴുതാം. അപ്പം ഞാനിവിടെ കാൽക്കുലേഷൻ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് 3/1 + k എന്ന് പറയുന്നത് എന്തിനു തുല്യമാണെന്ന് പറയാണ്. ഇവിടുത്തെ y കോർഡിനേറ്റ് എടുത്ത് ഇവിടുത്തെ y കോർഡിനേറ്റ് എന്താ വരിക? 2. അതായത് 3 = 2 × 1 + k 2 + 2k. ഇവിടെ നമുക്ക് എന്ത് പറയാം? 2k എന്ന് പറയുന്നത് 3 - 2 ആയിരിക്കണം. +2 ആണ് എന്ന് പറയുമ്പോൾ -2 ആയിട്ട് മാറി. അതായത് 1. k എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1/2 ആയിരിക്കണം. ഈ k എന്ന് പറയുന്നത് 1/2 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ റേഷ്യോ എന്തായിരിക്കും? 1:2 റേഷ്യോ ആയിരിക്കും. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ പറയാം. Therefore, ratio is 1:2. നമ്മളെ അടുത്തൊരു ചോദ്യത്തിലേക്ക് ഒന്ന് പോവാണ്. എ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് കണ്ടെത്താനുള്ള കാര്യം എന്താണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അതുപോലെ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് എ, ബി ആൻഡ് സി. എയും ബിയും സിയിലൂടെയും പോകുന്ന ഒരു സർക്കിൾ. എയും ബിയും സിയും നമ്മുടെ ട്രയാങ്കിളിന്റെ വെർട്ടിസസുകളാണ്. ആ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതേപോലെ ഒന്ന് വർക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യാനുള്ളത്. എന്തായാലും നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ആദ്യം എ ബി എന്ന് പറയുന്ന സൈഡ് കണ്ടെത്തുക. റൂട്ട് ഓഫ് -1 - 0 whole square plus 6 - 7 whole square plus 6 - 10 whole square equal to root of -1 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്, ഇതിന്റെ സ്ക്വയർ 1 വരും. പ്ലസ് 6 - 7 -1 ആണ്, സ്ക്വയർ വീണ്ടും 1 വരും. പ്ലസ് -4 ആണ് വരിക, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 വരും. അതായത് √18. അടുത്തത് ബി സി എന്ന് പറയുന്നത് കണ്ടെത്തുക. -4 - -1 whole square plus 9 - 6 whole square plus 6 - 6 whole square which is equal to root of -4 plus 1 ആവും ഇത്. അപ്പോൾ അതെന്താവും? -3 ആവും. -3 ന്റെ സ്ക്വയർ 9 പ്ലസ് ഇത് 3 ആണ് വരുന്നത്, 3 ന്റെ സ്ക്വയർ 9 പ്ലസ് ഇത് 0 ആണ് വരിക, 0 ന്റെ സ്ക്വയർ 0. അപ്പോൾ എന്ത് വരും? √18. AC equal to root of -4 - 0 whole square plus 9 - 7 whole square plus 6 - 10 whole square equal to root of -4 ആണ് ഇവിടെ വരിക, -4 ന്റെ സ്ക്വയർ 16 പ്ലസ് ഇവിടെ 2 ആണ് വരിക, 2 ന്റെ സ്ക്വയർ 4 പ്ലസ് ഇവിടെ 4 ആണ് വരിക, 4 ന്റെ സ്ക്വയർ 16 is equal to √36. എല്ലാ സൈഡുകളുടെ ലെങ്ത്തുകളും ഒന്ന് സ്ക്വയർ ചെയ്യാണ്. എ ബി സ്ക്വയർ ഈക്വൽ ടു 18, ബി സി സ്ക്വയർ ഈക്വൽ ടു 18, എ സി സ്ക്വയർ ഈക്വൽ ടു 36. ഇവിടെ നിങ്ങൾക്ക് ഒറ്റ ഒബ്സർവേഷൻ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? എ സി സ്ക്വയറിന് തുല്യമാണ്. Therefore ABC is right triangle. രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. ഈ 3 പോയിന്റുകളും ശരിക്കും എന്താണ്? ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടെത്താനുള്ളത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആശയമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. സെൻട്രോയിഡ് കാണണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? എക്സ് കോർഡിനേറ്റുകൾ ആഡ് ചെയ്യും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. വൈ കോർഡിനേറ്റുകൾ ആഡ് ചെയ്യും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇസഡ് കോർഡിനേറ്റ് ആഡ് ചെയ്യും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതേ കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. സെന്റർ ഓഫ് സർക്കിൾ ഈസ് 0 പ്ലസ് -4 പ്ലസ് -1 ഡിവൈഡഡ് ബൈ 3, 7 പ്ലസ് 6 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 3, 10 പ്ലസ്
6 plus 6 divided by 3. അതായത് minus 5 by 3, 22 by 3, 22 by 3. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ഇവിടെ രണ്ട് പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലൈൻ കിട്ടും. ആ ലൈൻ എന്ന് പറയുന്നതിനെ YZ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് കണ്ടുപിടിക്കണം. അതാണ് പോയിന്റ് ഓഫ് ഡിവിഷൻ എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്വസ്റ്റിന്റെ മീനിങ് കൃത്യമായി മനസ്സിലാക്കുക. എയും ബിയും രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്താൽ കിട്ടുന്നത് ഒരു ലൈനാണ്. ആ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് YZ പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണെന്ന് അറിയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നതിന് കോർഡിനേറ്റ്സുകൾ ഉണ്ട്. ആ കോർഡിനേറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇതാണ് ഒന്ന് രണ്ട് സബ് ക്വസ്റ്റ്യൻസുകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ലൈൻ AB divides YZ plane in the ratio k:1. In the ratio k:1. റേഷ്യോ കാണാനുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ k:1 റേഷ്യോയിൽ എന്ത് ചെയ്തു? അതിനെ ഡിവൈഡ് ചെയ്തു എന്നാണ് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡിങ് പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്. kx2 plus x1 by 1 plus k, ky2 plus y1 by 1 plus k, kz2 plus z1 by 1 plus k. നമ്മൾ ഈ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യാണ്. ഈ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. x1 y1 z1 പകരം 2 1 3, x2 y2 z2 പകരം 1 2 1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. Coordinates of dividing point. Coordinates of dividing point is k into x2 എന്ന് പറയുന്നത് 1 plus x1 എന്ന് പറയുന്നത് 2 divided by 1 plus k, comma k into y2 എന്ന് പറയുന്നത് 2 plus y1 എന്ന് പറയുന്നത് 1 divided by 1 plus k, comma k into z2 എന്ന് പറയുന്നത് 1 plus z1 എന്ന് പറയുന്നത് 3 divided by 1 plus k. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k plus 2 divided by 1 plus k, comma 2k plus 1 by 1 plus k, comma k plus 3 divided by 1 plus k. ഇതാണ് നമുക്ക് ഡിവൈഡിംഗ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഈ ഡിവൈഡിംഗ് പോയിന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം YZ പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത്. YZ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് YZ പ്ലെയിനിലെ പോയിന്റുമാണ്, അതേമാതിരി ലൈനിലെ പോയിന്റുമാണ്. YZ പ്ലെയിനിലെ പോയിന്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 0 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഡിവൈഡിങ് പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് നിർബന്ധമായും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? എക്സ് കോർഡിനേറ്റ് 0 ആണെന്ന് പറഞ്ഞെടുക്കണം. അതായത് k plus 2 divided by 1 plus k equal to 0. ഇത് 0 ആവണം എന്നുണ്ടെങ്കിൽ എന്ത് 0 ആയാൽ മതി? k plus 2 എന്ന് പറയുന്ന ആശയം 0 ആയാൽ മതി. 1 plus k പോയി മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ അത് 0 ആയിട്ട് പോയി. അപ്പോൾ k plus 2 equal to 0, k equal to -2. ഇതിനെ നമുക്ക് -2 by 1 എന്ന് പറഞ്ഞ് എഴുതാം. കാരണം റേഷ്യോ എഴുതാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ മാറ്റുന്നത്. ഇവിടെ നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ റേഷ്യോ ഈസ് 2:1. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഡിവിഷനെ സൂചിപ്പിക്കാനാണ്. ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ആണ് വരിക, എക്സ്റ്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ആണ് വരിക. അപ്പം നമുക്കിവിടെ കിട്ടിയ കാര്യം എന്താണ്? റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ്റ്റേണലി ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. അവിടെ നമുക്ക് വേണ്ടത് എന്താ? ഈ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു കോർഡിനേറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? എക്സ് കോർഡിനേറ്റ്. അതെന്താണ്? 0 ആണ് കിട്ടുക. 0 കൊടുക്കുമ്പോൾ നമുക്ക് കെയിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. കെയിൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? നമുക്ക് -2 ആണ് കിട്ടിയത്. ആ കിട്ടിയ വാല്യൂ മറ്റ് രണ്ട് കേസുകളിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് y കോർഡിനേറ്റും കിട്ടും, z കോർഡിനേറ്റും കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം y കോർഡിനേറ്റ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുകയാണ്. y കോർഡിനേറ്റ് ഈക്വൽ ടു 2 × -2 + 1 divided by 1 + -2.
which is equal to 2 into minus 2 എന്ന് പറഞ്ഞാൽ minus 4 ആണ്. minus 4 plus 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ minus 3 divided by 1 minus 2. 1 minus 2 എന്താണ് വരിക? minus 1. അതായത് പോയിന്റ് എന്താ വരിക? 3 ആണ് വരിക. z coordinate equal to k എന്ന് കൊടുക്കാം, minus 2 അപ്ലൈ ചെയ്യാം. minus 2 plus 3 divided by 1 plus minus 2, which is equal to minus 2 plus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 divided by 1 minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus 1. ആൻസർ വരിക minus 1. Therefore coordinates of dividing point, ആദ്യത്തെ കോർഡിനേറ്റ് 0 വരും, അടുത്തത് 3 വരും, അടുത്തത് -1 എന്ന് പറയുന്ന ആശയം വരും. നെക്സ്റ്റ് ചോദ്യം നോക്കാം. Find the ratio in which the xy plane divides the line segment joining the points -2 4 7 and 3 -5 8. രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്, ഒന്ന് എയും ഒന്ന് ബിയും ആണ്. പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ എ ബി എന്ന് പറയുന്ന ലൈൻ കിട്ടും. അതിനെ XY പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ലൈൻ എ ബി ഡിവൈഡ്സ് XY പ്ലെയിൻ in the ratio k is to 1. In the ratio k is to 1. Therefore coordinates of dividing point is, നേരിട്ട് എന്ത് ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്യാം. x1 y1 z1 ഇവിടെ ഉണ്ട്, x2 y2 z2 എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഉണ്ട്. നേരിട്ട് ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യാണ്. k into x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്ലസ് x1 എന്ന് പറയുന്നത് -2 divided by 1 plus k. k into y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 plus 4 divided by 1 plus k, comma k into 8 plus 7 divided by 1 plus k. അതിനെ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3k -2 divided by 1 plus k, -5k plus 4 divided by 1 plus k, 8k plus 7 divided by 1 plus k. ഇവിടെ ഏത് പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത്? XY പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ z കോർഡിനേറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 8k plus 7 divided by 1 plus k എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് 8k plus 7 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. 8k എന്ന് പറയുന്നത് -7 ആയിരിക്കണം. k എന്ന് പറയുന്നത് -7/8 ആയിരിക്കണം. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് ഈസ് 7:8. k യുടെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് എന്ന് പറയാം എക്സ്റ്റേണലി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ XY പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം YZ പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കോർഡിനേറ്റ് ആണ് 0 ഇക്വേറ്റ് ചെയ്യുക. XZ പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് 0 ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് XY പ്ലെയിൻ ആണ്, അതുകൊണ്ട് ഇതിനെ 0 ഇക്വേറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? റേഷ്യോ എന്ന് പറയുന്ന ആശയം കണ്ടെത്തി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. Origin is the centroid of triangle PQR. PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ഒറിജിൻ ആണ്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് 0 0 0 ആണ്. അതിലെ PQR എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കാണണം. ഇതാണ് നമുക്ക് ആദ്യം ചെയ്യുവാനുള്ളത്. അതിനുശേഷം നമുക്ക് ട്രയാങ്കിൾ PQR എന്ന് പറയുന്നതിലെ PQ എന്ന് പറയുന്ന സൈഡ് അതിന്റെ ലെങ്ത്തും കണ്ടെത്തണം. ഇങ്ങനെ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? ഒറിജിൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെൻട്രോയിഡ് എന്ന് പറയുന്നത് 0 0 0 ആണ്. ഒറിജിൻ ആണെന്ന് നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ശരിക്കും 3 കോർഡിനേറ്റ്സുകളും അറിയാമെങ്കിൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട്. എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വൈ കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇസഡ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമ്മൾ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫോർമുല ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? 2a plus
minus 4 plus 8 divided by 3, comma 2 plus 3b plus 14 divided by 3, comma 6 plus minus 10 plus 2c divided by 3. ഇത് സെൻട്രോയിഡ് ഫോർമുല പ്രകാരം കണ്ടുപിടിക്കാനുള്ളത് ആണ്. എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഒറിജിൻ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തത് 0 ആയിരിക്കണം, രണ്ടാമത്തത് 0 ആയിരിക്കണം, മൂന്നാമത്തത് 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് നോക്കേണ്ടത്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2a മൈനസ് 4 പ്ലസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3 എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതേപോലെ 3b പ്ലസ് 16 ഡിവൈഡഡ് ബൈ 3 എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതേപോലെ മൈനസ് 4 പ്ലസ് 2c ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 0. 2a പ്ലസ് 4 0 ആയിരിക്കണം. 2a എന്ന് പറയുന്നത് മൈനസ് 4 ആയിരിക്കണം. a എന്ന് പറയുന്നത് മൈനസ് 4 ബൈ 2 ഈക്വൽ ടു മൈനസ് 2. ഇവിടെയാണെങ്കിൽ 3b പ്ലസ് 16 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. 3b എന്ന് പറയുന്നത് മൈനസ് 16 ആയിരിക്കണം. b എന്ന് പറയുന്നത് മൈനസ് 16 ബൈ 3 ആയിരിക്കണം. മൈനസ് 4 പ്ലസ് 2c ഈക്വൽ ടു 0 ആയിരിക്കണം. 2c എന്ന് പറയുന്നത് 4 ആയിരിക്കണം. c എന്ന് പറയുന്നത് 4 ബൈ 2 ഈക്വൽ ടു 2 ആയിരിക്കണം. അപ്പോൾ a എന്ന് പറയുന്നത് മൈനസ് 2, b എന്ന് പറയുന്നത് മൈനസ് 16 ബൈ 3, c എന്ന് പറയുന്നത് 2. രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് പി ക്യു എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് കാണണം. ഇവിടെ പി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നതിന്റെ വാല്യൂ കൊടുത്തുകൊണ്ടുള്ള കാര്യമാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ് എന്താ ഇവിടെ വരിക? എന്റെ വാല്യൂ മൈനസ് 2 ആണ്. 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4 2 6. അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന വാല്യൂ മൈനസ് 4 3b ആണ് ഇവിടെ നടക്കുന്നത്. b എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 16 ബൈ 3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 3b എന്ന് പറയുന്നത് 3 ഇൻറ്റു മൈനസ് 16 ബൈ 3. 3യും 3യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്? മൈനസ് 16. അപ്പോൾ ഇവിടെ മൈനസ് 16 വരും. കൂടാതെ അടുത്ത കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് എഴുതാം? മൈനസ് 10 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നമുക്ക് പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞു. ഇനി പി ക്യൂ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. പി ക്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 4 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് minus 16 minus 2 whole square plus minus 10 minus 6 whole square equal to ആദ്യത്തെ എന്താ വരിക? 0 ആണ് വരിക. അപ്പോൾ 0 സ്ക്വയർ 0 വരും. 0 പ്ലസ് ഇത് വരുന്നത് മൈനസ് 18 ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 324 പ്ലസ് അടുത്തത് 16 ആണ് വരിക. മൈനസ് 16 ആണ് വരിക. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 is equal to root 580.